നമ്മൾ സാധാരണ കേൾക്കണ ഒരു കാര്യമാണ് ഗുരുവായൂർ നമ്മൾ പോയി തൊഴുകുമ്പോൾ മമ്മിയൂരും കൂടെ തൊഴുകണം എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണത് നോക്കാം നമുക്ക്. ഇന്ന് കാണുന്ന ഗുരുവായൂരിലെ പാതാളാഞ്ജനശിലയിലുള്ള വിഗ്രഹം പണ്ട് സുതപസും പ്രശ്നിയും പൂജിച്ചിരുന്നായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് പിന്നെ കാലക്രമേണ കശ്യപൻ്റെയും അതിഥിയുടെയും കയ്യിലെത്തി. പിന്നെ ദ്വാപരയുഗത്തിൽ വസുദേവരുടെയും ദേവകിയുടെയും കയ്യിലെത്തി. അവർ പൂജിച്ച വിഗ്രഹമാണ് ഈ പാതാളാഞ്ജനശിലയിലുള്ളത്. അത് ഇന്ന് കാണുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചത് ഗുരുഭഗവാനും അതായത് ബൃഹസ്പതിയും വായു ഭഗവാനും ചേർന്നാണ് പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ടാണ് ഗുരുവായൂർ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഗുരുവായൂരിലെ അമ്പലക്കുളത്തിലാണ് ഭഗവാൻ മഹാദേവൻ ധ്യാനിച്ചിരുന്നത് എന്നുള്ളൊരു സങ്കല്പം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ആ കുളത്തിന് രുദ്രതീർത്ഥക്കുളം എന്ന് നമ്മൾ പറയുന്നത്. ഈ ഗുരുവായൂരിലെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം മഹാദേവൻ മമ്മിയൂർ പോയിരുന്നു എന്നുള്ളതാണ് വേറൊരു സങ്കല്പം. അതുകൊണ്ടാണ് നമ്മൾ ഗുരുവായൂർ തൊഴുത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ മമ്മിയൂരും കൂടെ പോയിട്ട് മമ്മിയൂരപ്പനെ തൊഴുകണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗുരുവായൂരിനെ ആ ദേവിയുടെ അവിടെ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് എത്തിയാൽ നമ്മൾ ഒരു മിനിറ്റ് മമ്മിയൂരപ്പനെ വിചാരിച്ച് പ്രാർത്ഥിക്കുക. കഴിയുന്നതും എല്ലാവരും ഗുരുവായൂർ പോകുമ്പോൾ മമ്മിയൂരും കൂടെ പോയി തൊഴുകാൻ നോക്കുക.